നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർക്സിസ്റ്റ് പാർട്ടി അക്രമത്തിന്റെ പാതയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും വർഗീയത ആളിക്കത്തിക്കുന്ന BJP ഈ തെരഞ്ഞെടുപ്പോടെ തകരുമെന്നും രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു. റോഡിനായുള്ള ആവശ്യം പരിഗണിക്കാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ 22ഓളം കുടുംബങ്ങൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരി ബ്ലോക്ക് തല കമ്മീഷൻ മാടായി ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചുമട്ടുതൊഴിലാളി CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. മാർക്സിസ്റ്റ് പാർട്ടി അക്രമത്തിന്റെ പാതയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും വർഗീയത ആളിക്കത്തിക്കുന്ന BJP ഈ തിരഞ്ഞെടുപ്പോടെ തകരുമെന്നും രമേശ് ചെന്നിത്തല. അന്നൂർ ശാന്തിഗ്രാമിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ചെന്നിത്തല. പോലീസിനെ കണ്ണൂർ ജില്ലയിൽ വിന്യസിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 6 കമ്പനിയായിരുന്നു കർണാടക പോലീസ് വന്നത്. കർണാടക ആഭ്യന്തരമന്ത്രിയുമായി ഞാൻ സംസാരിച്ച് 4 കമ്പനികൾ കൂടി നമ്മൾ അക്രമത്തിന്റെ പാതയിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലെന്ന മാർക്സിസ്റ്റ് പാർട്ടി നിലപാടാണ് കൊലപാതക കേസുകളിൽ പോലും പ്രതികളായ കാരായിമാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്ത് ഇറക്കിയിരിക്കുന്നതെന്നും വർഗീയത ആളിക്കത്തിക്കുന്ന മൂന്നാം മുന്നണിയെ ഉയർത്തിക്കൊണ്ടുവന്ന BJP ഈ തെരഞ്ഞെടുപ്പോടെ പാടെ തകരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പയ്യന്നൂർ അന്നൂർ ശാന്തിഗ്രാമിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന കുടുംബയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനപരവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ ആവശ്യമായ പോലീസ് സേനയെ ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യപ്രകാരം നൽകിയിട്ടുണ്ടെന്നും കണ്ണൂർ ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 4 കമ്പനി പോലീസ് സേനയെ നൽകിയിട്ടുണ്ടെന്നും വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ വെബ് ക്യാമറയും വീഡിയോ ക്യാമറയും സ്ഥാപിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും ബൂത്തുകളിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ റീപോളിംഗിന് ആവശ്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഈ തിരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 5 വർഷക്കാലത്തെ നിർണായകമാണെന്നും പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും നിറഞ്ഞ കരഘോഷത്തിനിടയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ KP നൂർദ്ദീൻ, M നാരായണൻകുട്ടി, KP കുഞ്ഞിക്കണ്ണൻ, AP നാരായണൻ, K ബ്രിജേഷ് കുമാർ, VN എരിപുരം, K ജയരാജ്, K വെളുത്തമ്പു, VC നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ അന്തിമഘട്ടത്തിൽ. തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ സെറ്റ് ചെയ്യുന്ന ജോലികൾ പയ്യന്നൂർ കോളേജിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു. പയ്യന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള 7 പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യുന്ന കേന്ദ്രം പയ്യന്നൂർ കോളേജിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് മെഷീനിൽ സ്ഥാനാർത്ഥികളെയും മറ്റും സെറ്റ് ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചു. ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു. സ്ഥാനാർത്ഥികളും അവരുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് മെഷീനിൽ സെറ്റ് ചെയ്യുന്നത്. സംവിധാനമൊരുക്കിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഏകദേശം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ ഉദാഹരണമായി എടുത്താൽ 5 ടേബിളുകളിലായി 15 ഉദ്യോഗസ്ഥന്മാരും ഒപ്പം 6
EVM കാരിയേഴ്സും അങ്ങനെ 21 പേർ. അപ്പോൾ ഏകദേശം ഒരു പഞ്ചായത്തിന് 20 പേരെ ശരാശരി കണക്കാക്കിയാൽ 7 പഞ്ചായത്തിന് കൂടി 140-150 ഉദ്യോഗസ്ഥർ പഞ്ചായത്തിൻ്റേത് മാത്രമായുണ്ട്. കൂടാതെ ബ്ലോക്ക് ലെവലിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ, ROയുടെ ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ, ഏകദേശം 60ഓളം ആളുകൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിന് വേണ്ടി ഇവിടെ ഇന്നലെ മുതൽ പൂർണ്ണമായും രാത്രിയും പകലും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഹരിത ഇലക്ഷൻ ആയതിനാൽ പ്രത്യേക ബോർഡുകളും നിർദ്ദേശങ്ങളും ബൂത്തുകളിൽ ഒരുക്കും. തെരഞ്ഞെടുപ്പ് ജോലികൾ വിലയിരുത്താനായി ജില്ലാ സബ് കളക്ടർ ചന്ദ്രശേഖർ സ്ഥലത്തെത്തിയിരുന്നു. ഇത് ഹരിത ഇലക്ഷനും കൂടിയാണ്, മാലിന്യമുക്ത ഇലക്ഷൻ കൂടിയാണ്. പ്ലാസ്റ്റിക് ഇതുപോലെ ഏത് വേസ്റ്റ് മെറ്റീരിയലും ഇവിടെ ഇടാൻ പാടില്ല. ഇത് നമ്മുടെ ദേശത്തിലെ ഒരു ആദ്യത്തെ പരിശ്രമമാണ്. നവംബർ 1 തെരഞ്ഞെടുപ്പിനായുള്ള സാമഗ്രികൾ ഉദ്യോഗസ്ഥർക്ക് പയ്യന്നൂർ കോളേജിൽ വെച്ച് വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മൂന്നാം മുന്നണി വട്ടപൂജ്യമെന്ന് രമേശ് ചെന്നിത്തല. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഇടതുമുന്നണിക്കെതിരെയും ആഞ്ഞടിച്ച് ആഭ്യന്തരമന്ത്രി. കേരളം മതേതരത്വത്തിന്റെ നാടാണ്. ഈ കാറ്റിന് പോലും മതേതരത്വത്തിന്റെ സുഗന്ധമാണുള്ളത്. മതനിരപേക്ഷത അനിവാര്യമായ ഘടകമാണ്. കേരളത്തിൽ BJPയും സംഘപരിവാറും മറ്റ് ജാതി സംഘടനകളും വിചാരിച്ചാൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. മൂന്നാം മുന്നണി എന്നുള്ളത് ഒരു വട്ടപൂജ്യമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് തെളിയിക്കാൻ കഴിയും. മതേതരത്വം നിലനിർത്തുവാനും ബഹുസ്വരത നിലനിർത്തുവാനും ജനങ്ങളുടെ ഐക്യം നിലനിർത്തുവാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് എഴുതാൻ അച്യുതാനന്ദനും പിണറായിയും വളർന്നിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. CPM കുറ്റവാളികളെയാണ് സ്ഥാനാർത്ഥികളാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. MDP അബ്ദുൽ ഖരീം അധ്യക്ഷത വഹിച്ചു. K വെളുത്തമ്പു, CK ശ്രീധരൻ, KK രാജേന്ദ്രൻ, PK ഫൈസൽ, നീലകണ്ഠൻ, KV ഗംഗാധരൻ, P കുഞ്ഞിക്കണ്ണൻ, VV കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരി ബ്ലോക്ക് തല കമ്മീഷൻ മാടായി ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു കമ്മീഷൻ. ബന്ധപ്പെട്ട പോളിംഗ് കേന്ദ്രത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെയും ബൂത്ത് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടത്തി ചിഹ്നങ്ങൾ പതിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 8 പഞ്ചായത്തുകളിൽ നിന്നായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ബൂത്ത് ഏജന്റുമാരും കമ്മീഷനിങ്ങിൽ പങ്കാളികളായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രവും വോട്ടെണ്ണൽ കേന്ദ്രവും മാടായി ഗേൾസ് ഹൈസ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കല്യാശ്ശേരി ബ്ലോക്ക് BDO അറിയിച്ചു. അതോടനുബന്ധിച്ച് ഈ സ്കൂൾ തന്നെ മാടായി ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂൾ തന്നെയാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ റിസപ്ഷൻ സെൻറ്റർ, അതുപോലെ വോട്ടെണ്ണൽ കേന്ദ്രവും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ്റെ ഒക്കെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 1-ാം തീയതി രാവിലെ 10 മണി മുതൽ അത് കൊടുക്കാൻ തുടങ്ങും. ബൂത്തുകളിലേക്ക്, പോളിംഗ് ബൂത്തുകളിലേക്ക് അത് നൽകും. അതിന് മുന്നോടിയായിട്ടുള്ള പാക്കിംഗ് മറ്റു കാര്യങ്ങൾ എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 8 പഞ്ചായത്തുകളിലായി 201 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ 7-ാം വാർഡിലെ 22ഓളം കുടുംബങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു. റോഡിനായുള്ള ആവശ്യം പരിഗണിക്കാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. കാലാകാലങ്ങളായിട്ട് ഇവിടുന്ന് ജയിപ്പിച്ചു പോന്ന വാർഡ് മെമ്പറായാലും മറ്റ് ആൾക്കാരെല്ലാം ഇപ്പം ശരിയാക്കി തരാം പറയുന്നതല്ലാണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അവരാരും ഇങ്ങോട്ട് തിരിച്ച് കാണലില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വഴിയില്ലാത്തവരൊന്നും ഇനി ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല, ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നുള്ളൂ. 15 വർഷമായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് എടാട്ടുമ്മൽ റോഡിൽ നിന്നും പൂച്ചോൽ റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ്. നിരവധി കുടുംബങ്ങൾ ആശുപത്രിയിൽ പോകാൻ പോലും വാഹനമെത്താനുള്ള സൗകര്യമില്ലാതെ കഷ്ടപ്പെടുകയാണിവിടെ. വോട്ടെടുപ്പ് അടുക്കുമ്പോൾ നാട്ടുകാരുടെ ആവശ്യം നിറവേറ്റാമെന്ന് നൽകുന്ന ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പായി മാറുന്നത് 3 തിരഞ്ഞെടുപ്പായെന്നാണ് നാട്ടുകാരുടെ പരാതി. 10 വർഷമായി നമ്മൾ ഇത് അനുഭവിക്കുന്നു. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടെടുത്ത് ഈടെല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിലായാലും ഇവിടുന്ന് എൻ്റെ വീട് ഒഴിഞ്ഞ് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ പഞ്ചായത്ത് ഒരു ഉജാലോ ഡ്രെയിനേജോ ഒന്നും ആക്കി തരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ റോഡ് ഏകദേശം ഇവിടേക്ക് ഇങ്ങനെ ഒരു രൂപരേഖയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തെക്ക് ഭാഗം കുറച്ച് തടസ്സമുണ്ട്.
അത് നമ്മളെ പാർട്ടിക്കാർ വിചാരിച്ച ആ തടസ്സം നീക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഈ 22 കുടുംബക്കാരും നമ്മൾ വോട്ട് ചെയ്യൂല എന്ന ഒരു ബഹിഷ്കരണമാണ് നമുക്കുള്ളത്. അധികൃതരും രാഷ്ട്രീയ നേതൃത്വവും പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശത്തുകാരായ സ്ത്രീകളടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണവുമായി പ്രതികരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു മരണപ്പെട്ടാൽ തന്നെ ഒരു ബോഡി കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം പോലും നമ്മൾക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല. പ്രായമായ കുറേ വ്യക്തികൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരു വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ കുടുംബക്കാർ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്ന് നമ്മൾ ഈ കുടുംബക്കാർ ആവശ്യപ്പെടുകയാണ്. പി ബാലൻ കാരണവർ, MV ചെറിയമ്പു മാസ്റ്റർ, MB മനോജ്, സുജിത സുരേഷ്, കാര്യത്ത് കുംഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചുമട്ടുതൊഴിലാളി CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. CITU നേതാവ് PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി K സജിനാരായണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാട്ടുവണ്ടി വോട്ടുവണ്ടി പ്രചാരണം ആരംഭിച്ചു. ജവഹർ മാഡായുടെ നേതൃത്വത്തിലാണ് വോട്ടുവണ്ടി ഒരുക്കിയത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പഴയങ്ങാടി ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് K സജിനാരായണൻ. സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ ജവഹർ മാഡായാണ് പാട്ടുവണ്ടി ഒരുക്കിയത്. ജില്ലയിലെ പ്രമുഖ ഗായകരാണ് വോട്ടുവണ്ടിയിൽ പാട്ടുപാടി വോട്ടഭ്യർത്ഥിക്കുന്നത്. PP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കക്കപ്രവൻ മോഹനൻ, സജിനാരായണൻ, സതീശൻ വെങ്ങര തുടങ്ങിയവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം INTUC പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ എടാട്ടുപള്ളിയിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നിടത്ത് UDF-ന്റെ പ്രചരണ ബോർഡുകൾ മാത്രം നശിപ്പിച്ചത് പരാജയഭീതി പൂണ്ടവരാണെന്നാണ് UDF-ന്റെ നിലപാട്. എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്കറിയുന്നില്ല. ഈ UDF-ന്റെ ഇത് മാത്രം കീറിക്കളയുന്നത് ഞങ്ങൾ പൊതുവെ ഇവിടെ സമാധാന കാംക്ഷികളാണ്. ഇവിടെ ഒരു പ്രത്യേക ഇങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കിയിട്ട് വോട്ട് മാറ്റാനാണ് വരുന്ന ശ്രമമെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾക്കത് തിരിച്ചറിയാനാവും. അതുകൊണ്ട് ഇതിന് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ എതിർക്കുന്നു. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. SIയുടെ വാഹനം തടഞ്ഞു നിർത്തി തെറിവിളിയും വധഭീഷണിയും മുഴക്കിയതിന് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉൾപ്പെടെ 12 CPM പ്രവർത്തകർക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ചുമട്ടുതൊഴിലാളികളുടെ അക്രമത്തിനു വിധേയമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന SI വിപിൻകുമാർ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഡ്യൂട്ടിയുടെ ഭാഗമായി സഞ്ചരിക്കവെയാണ് ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണി മുഴക്കിയതെന്ന് പോലീസ് അറിയിച്ചു. പ്രകോപനപരവും വിവേകശൂന്യവുമായ നടപടികൾ സ്വീകരിക്കുന്ന പയ്യന്നൂർ പോലീസിന്റെ രാഷ്ട്രീയ ദാസ്യവേല അവസാനിപ്പിക്കണമെന്ന് CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി. സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള പോലീസ് ശ്രമത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും CPM.
തൊഴിലിടങ്ങളിൽ ചെന്ന് സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുകയും തൊഴിലാളികളെ പിടിച്ചുകൊണ്ടുപോയി ഭീകരമായി മർദ്ദിക്കുകയും CPIM നേതാക്കൾക്കെതിരെ കള്ളക്കേസുണ്ടാക്കുകയും ചെയ്യുന്ന ഭരണകക്ഷിക്ക് വേണ്ടിയുള്ള ദാസ്യപ്പണി പയ്യന്നൂർ പോലീസ് അവസാനിപ്പിക്കണമെന്ന് CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പയ്യന്നൂരിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിനുള്ള നീക്കമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യാഴാഴ്ച പകൽ 1:30 എടാട്ട് സോനാ മാർബിളിൽ ടൈൽസ് കയറ്റുന്നതിനിടയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി MV പ്രസന്നനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കഴിഞ്ഞ് അറസ്റ്റിന് വഴങ്ങാമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ ബലം പ്രയോഗിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ഡിവിഷൻ സെക്രട്ടറി N സുധീർ, കണ്ടോത്തെ KP വിനോദ് എന്നിവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി പ്രിൻസിപ്പൽ SI ബിപിൻകുമാറിന്റെ നേതൃത്വത്തിൽ മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്തതായി CPIM പ്രസ്താവനയിൽ പറയുന്നു. വർഗീയ ഫാസിസത്തിനെതിരെ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. മനസ്സ് നിർഭയം ശിരസ് ഉന്നതം എന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് പയ്യന്നൂരിലും പരിസരത്തുമുള്ള എഴുത്തുകാരെയും കലാകാരന്മാരെയും സംഘടിപ്പിച്ച് സാംസ്കാരിക കൂട്ടായ്മ ഒരുക്കിയത്. ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ വാദനത്തോടെയാണ് പരിപാടി തുടങ്ങിയത്. സാംസ്കാരിക കൂട്ടായ്മ കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും ഒരേ ആശയങ്ങളാണ് ഉയർന്നു വരാനിടയുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വളരെ ദീർഘമായി പോകുന്ന സന്ദർഭത്തിൽ പ്രസംഗിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓർമ്മിപ്പിക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ഇന്ത്യ സ്വതന്ത്രയാകുന്നതോടെ P. അപ്പുകുട്ടൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. PK സുരേഷ് കുമാർ, GD നായർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, വാസു ചോറോൺ എന്നിവർ പ്രസംഗിച്ചു. ഉണ്ണി കാനായുടെ നേതൃത്വത്തിലുള്ള ചിത്രകാരന്മാർ ചിത്രം വരച്ചു. സംസ്ഥാന വിദ്യാ സഹോദയ കലോത്സവം സമാപിച്ചു. പഴയങ്ങാടിയിൽ നടന്ന കലോത്സവത്തിൽ വാദിഹുദ പ്രോഗ്രസീവ് സ്കൂളും കോഴിക്കോട് അൽഹറമൈൻ സ്കൂളും ജേതാക്കൾ. വാദിഹുദ ക്യാമ്പസിൽ നടന്ന സംസ്ഥാനതല വിദ്യാ സഹോദയ കലോത്സവത്തിൽ സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ആതിഥേയരായ പഴയങ്ങാടി വാദിഹുദ പ്രോഗ്രസീവ് സ്കൂളും സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോട് അൽഹറൈമൽ സ്കൂളും ജേതാക്കളായി. സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോട് അൽഹറൈമൽ സ്കൂൾ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ കൊണ്ടോട്ടി മർക്കസുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിനാണ് 3ാം സ്ഥാനം. സെക്കൻഡറി വിഭാഗത്തിൽ പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂൾ ഓമനശ്ശേരിക്കാണ് 2ാം സ്ഥാനം. മഞ്ചേരി മുബാറക് ഇംഗ്ലീഷ് സ്കൂൾ 3ാം സ്ഥാനം നേടി. വിജയികൾക്ക് എഴുത്തുകാരിയും ചെറുകഥാകൃത്തുമായ PK ഭാഗ്യലക്ഷ്മി ടീച്ചർ ട്രോഫികൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുവത്തൂർ ഉപജില്ലാ കായികമേളയുടെ ഭാഗമായി നടന്ന ക്രോസ് കൺട്രി റേസ് ചന്ദേര പ്രിൻസിപ്പൽ SI M രാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. നവംബർ 4, 5, 6 തീയതികളിൽ കാലിക്കടവിൽ പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന 55ാമത് ചെറുവത്തൂർ ഉപജില്ലാ കായികമേളയോടനുബന്ധിച്ചുള്ള ക്രോസ് കൺട്രി റേസ് തൃക്കരിപ്പൂർ കൊയ്യോങ്കര മൃഗാശുപത്രിക്ക് സമീപം ചന്ദേര SI M രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചീമേനി, കയ്യൂര്, കുട്ടമത്ത്, സൗത്ത് തൃക്കരിപ്പൂർ, കൊടക്കാട്, വെള്ളച്ചാൽ, കൈക്കോട്ടുകടവ് എന്നീ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും തൃക്കരിപ്പൂർ പോളിടെക്നിക് വിദ്യാർത്ഥിനികളും റേസിൽ പങ്കെടുത്തു. കാലിക്കടവ് മൈതാനിയിൽ സമാപിച്ചു. SP അശോകൻ മാസ്റ്റർ, K മധുസൂദനൻ, T ധനഞ്ജയൻ, PV പ്രഭാകരൻ, M രവി, ജയകുമാർ, ജയജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലത്തിന്റെ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ് ദിലീപ് കുമാർ. വെള്ളൂർ, പുത്തൂർ, ഒയോളത്തെ ദിലീപ് ഒട്ടേറെ അപൂർവ നാണയങ്ങളുടെയും കറൻസികളുടെയും ഉടമയാണ്. നൂറുകണക്കിന് നാണയങ്ങളുടെയും ഒട്ടേറെ വിദേശ കറൻസികളുടെയും വലിയൊരു ശേഖരത്തിന്റെ ഉടമയാണ് പുത്തൂർ ഒയോളത്തെ K ദിലീപ് കുമാർ. ദിലീപിന് ഇത് കേവലം വിനോദത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, വിജ്ഞാനത്തിനുള്ള വഴി കൂടിയാണ്. തന്റെ കൈവശമുള്ള നാണയങ്ങളെക്കുറിച്ചും കറൻസികളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് ദിലീപ് കുമാറിന്. ഏറ്റുകുടുക്ക AUP സ്കൂളിലെ ബസ് ഡ്രൈവറായ ദിലീപ് കുമാർ 10 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ നാണയശേഖരണത്തിന് തുടക്കം കുറിച്ചത്. തുടക്കത്തിൽ ഇതൊരു കൗതുകം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് സഹജീവികൾക്കും വരുന്ന തലമുറകൾക്കും അറിവ് പകരാനുള്ള ഒരു ഉപാധി കൂടിയാണ്. ഓട്ടമുക്കാൽ,
പണ്ടുകാലത്തെ 1 പൈസ, 25 പൈസ, 50 പൈസ, കാലണ, കുതിരമുക്കാൽ ഇങ്ങനെ പോകുന്നു ദിലീപിന്റെ നാണയശേഖരത്തിലെ നാണയങ്ങളുടെ പട്ടിക. കൂടാതെ വിവിധ രാജ്യങ്ങളിലെ കറൻസികളും അത്ഭുതത്തിനും അറിവിനും വഴി തുറക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ പൈസ, അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ പൈസയുണ്ട്. പണ്ട് ഇന്ത്യയിലത്തെ പണ്ടുകാലത്തെ തോട്ടമുക്കാൽ, കാസ്, അണ, കുതിരമുക്കാലുകൾ, പഴയ പൈസകളെല്ലാം ഉണ്ട്. ഇത് ഗൾഫുകാരൊക്കെ വന്നാൽ എല്ലാവരും ചിലവോട് പൈസ കൊടുത്ത് വാങ്ങും, ചിലവോട് എൻ്റെ കൈ വെറുതെ തരുന്നവരുണ്ട് കൂട്ടുകാർ. മലേഷ്യ, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങി വിവിധ രാജ്യങ്ങളുടെയും കറൻസികൾ ദിലീപിന്റെ പക്കലുണ്ട്. വിവിധ തരത്തിലുള്ള 5ന്റെയും 10ന്റെയും നോട്ടുകളും ഈ ശേഖരത്തിന് മുതൽക്കൂട്ടാകുന്നു. എത്ര വില തരാമെന്ന് പറഞ്ഞാലും ദിലീപ് ഇത് വിൽക്കാൻ തയ്യാറല്ല. കഴിയാവുന്നിടത്തോളം കാലം കാലത്തിന്റെ ഈ അടയാളങ്ങൾ കാത്തുസൂക്ഷിക്കാൻ തന്നെയാണ് ദിലീപിന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ കണ്ടംകുളങ്ങരയിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ കണ്ടംകുളങ്ങരയുടെ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുളിയക്കോട് നിന്ന് ചൂട്ടുകത്തിച്ചും ചിരട്ടകൊട്ടിയും ആരംഭിച്ച പ്രകടനം താമരക്കുളങ്ങര, കണ്ടംകുളങ്ങര പ്രദേശങ്ങളിലൂടെ വായനശാല പരിസരത്ത് സമാപിച്ചു. വായനശാല പരിസരത്ത് നടന്ന സാംസ്കാരിക കൂട്ടായ്മ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുന്നിലുള്ള ഫാസിസത്തിന്റെ മാതൃക ഇറ്റലിയിലെയും അതുപോലെ തന്നെ ജർമ്മനിയിലെയും ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസ്റ്റ് ഭരണ കാലഘട്ടമാണ്. ആ ഫാസിസ്റ്റ് ഭരണ കാലഘട്ടത്തിന്റെ പല അടയാളങ്ങളും നമുക്കിന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളിൽ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഫാസിസത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്ന ഒരുപാട് ലക്ഷണങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ, ഫാസിസം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനോട് സ്വീകരിക്കുന്ന ഒരുപാട് വഴികൾ നമ്മുടെ രാജ്യത്തും അടുത്ത കാലത്ത് സംഘപരിവാർ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, K കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക കൂട്ടായ്മ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ചന്ദേര സബ് ഇൻസ്പെക്ടർ K രവീന്ദ്രന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ചന്ദേര സബ് ഇൻസ്പെക്ടർ M രാജേഷിന്റെ അധ്യക്ഷതയിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ഹൃദ്യമായ ചടങ്ങിൽ നീലേശ്വരം SI നാരായണൻ, വിരമിക്കുന്ന SI K രവീന്ദ്രന് ഹാരാർപ്പണം നടത്തി. നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ KE പ്രേമചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. എല്ലാ പോലീസിന്റെ എല്ലാ തലങ്ങളെയും പ്രവർത്തിക്കാൻ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കൂടുതൽ പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പോലീസ് സേവന ജീവിതം അത് തന്നെയായിരുന്നു. SI MB പത്മനാഭൻ, ലതീഷ്, SI മുരളി, CPO മഹേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവംബർ 1 നടത്താനിരുന്ന ധ്വജസ്തംഭ ഘോഷയാത്ര ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാലപ്പഴക്കത്താൽ ദ്രവിച്ച ധ്വജം മാറ്റിസ്ഥാപിക്കാൻ തീരുമാനമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ പുറക്കാട്ടി ദേവസ്വം പൂമാല പരദേവതാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയ കൊടിമരം സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ പൂമാല പരദേവതാ ക്ഷേത്രവും കോലംപറ്റ പരദേവതാ ക്ഷേത്രവും തമ്മിലുള്ള തർക്കം കാരണം മരം മുറിക്കാൻ സാധിക്കാത്തതാണ് ധ്വജപ്രതിഷ്ഠ മാറ്റിവെക്കാൻ കാരണമായതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1-ാം തീയതി പെരുവരുത്തെത്തിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആർഭാടവും ഘോഷയാത്ര കൊണ്ടുവരാൻ തീരുമാനിച്ച വിവരം മുഴുവൻ നാട്ടുകാരെയും ഭക്തജനങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറക്കാട് ദേവസ്വം പൂമാല പരദേവ ക്ഷേത്രം അതിലുപക്ഷേത്രമായ കോലംപറ്റ പരദേവത ക്ഷേത്രവുമായി ഒരു കരാറുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ, M നാരായണൻ നമ്പ്യാർ, MM നാരായണൻ നമ്പ്യാർ, M കുമാരൻ, NM ഉണ്ണികൃഷ്ണൻ, KV ബൈജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ.
മന്ത്രി KM മാണി കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതി. തുടരന്വേഷണം നടത്തണമെന്നും കോടതി. പ്രതികരണങ്ങളിലേക്ക്. കോഴ എന്ന് പറയുന്നത് കേരളത്തിൽ ഒട്ടനവധി കോഴ കേസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഇത്രമാത്രം തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടും അതിൽ യാതൊരുവിധ രീതിയിലുള്ള നടപടിയുമില്ലാത്ത രീതിയിലേക്ക് അത്രമാത്രം വലിയ ഒരു ഗ്യാങ് അതിന്റെ പിന്നിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന് പകൽ പോലെ ഇത് വിളിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അഴിമതി നടത്താൻ കൂട്ടു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ സത്യസന്ധമായ ഒരു അന്വേഷണം വെച്ചുകൊണ്ട് നല്ലൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് BJP ആവശ്യപ്പെടുകയാണ്. അഴിമതി നടന്നിട്ടുണ്ട്, എന്തായാലും അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിക്ക് കൂട്ടുവെക്കുന്ന മുഖ്യമന്ത്രിയും KM മാണിയും രാജിവെച്ചൊഴിഞ്ഞിട്ട് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രക്ഷുബ്ധമായ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. KM മാണി ബാർ കോഴ വിവാദത്തിൽ ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. എന്തുകൊണ്ടാണ് KM മാണി ഈ പ്രശ്നത്തിൽ ഇങ്ങനെ കടിച്ചു കിടക്കുന്നത്? അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? ഈ മാണി ശരിക്കും കാട്ടുകള്ളനാണ്, ഗവൺമെൻറ്റിനെ കൊള്ളയടിച്ച ഒരു മാണിയാണ്. ആ മാണി എന്താ ഇന്നലെ പറഞ്ഞത്? എന്ത് വന്നാലും രാജിവെക്കൂല എന്ന് പറഞ്ഞു. എന്ത് വന്നാലും രാജിവെപ്പിച്ചേത്തെ ജനങ്ങൾ അടങ്ങൂ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലാന്ന്. 10-40 ലക്ഷം ഉറുപ്പ്യ കോഴ വാങ്ങിയ ആളാണ് മാണി. ഈ മാണി എന്ത് വന്നാലും ഈ നാട്ടിൽ ഈ ഭരണകൂടത്തിൽ നിൽക്കാനേ പാടില്ല. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഒരു തെറ്റും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടതല്ല ഈ മാണി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണം എണ്ണിയെടുക്കുന്നത് കണ്ട ആളുകൾ ആ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും മാണിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ആദ്യം കേസ് അന്വേഷിച്ച അതേ ഉദ്യോഗസ്ഥന്, സുരേഷൻ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന് തന്നെ കേസ് തിരിച്ചു കൊടുക്കാൻ കോടതി പറഞ്ഞത് സാഹചര്യത്തിൽ മാണി രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത്. ആ രാഷ്ട്രീയ മാന്യത കാട്ടാൻ മാണി തയ്യാറാവണം എന്നാണ് ഇതിന് പറയാനുള്ളത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാർക്സിസ്റ്റ് പാർട്ടി അക്രമത്തിന്റെ പാതയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും വർഗീയത ആളിക്കത്തിക്കുന്ന BJP ഈ തെരഞ്ഞെടുപ്പോടെ തകരുമെന്നും രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു. റോഡിനായുള്ള ആവശ്യം പരിഗണിക്കാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ 22ഓളം കുടുംബങ്ങൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരി ബ്ലോക്ക് തല കമ്മീഷൻ മാടായി ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചുമട്ടുതൊഴിലാളി CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.